ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു കഥ കൂടി വന്നെത്തിയിരിക്കുകയാണ്. എത്രത്തോളം അത് മികവുള്ളതാകും എന്നുള്ളത് വരും ദിവസങ്ങളിലേ കാത്തിരുന്ന് കാണാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്കൊന്ന് ആ വിശേഷങ്ങൾ അറിഞ്ഞു നോക്കിയാലോ. അങ്ങനെ പല്ലവിയുടെയും ഇന്ദ്രൻ്റെയും വിവാഹം ആ ദിവസം അങ്ങ് വന്നെത്തിക്കഴിഞ്ഞു. നമ്മുടെ സേതുവിൻ്റെ ജീവിതത്തിൽ സേതുവിന് കച്ചിത്തുരുമ്പായി കിട്ടിയിരിക്കുന്ന ആ ഒരു വലിയ ഇതായതുകൊണ്ട് തന്നെ സേതു അതെല്ലാം നല്ല ആർഭാടകരമായി നല്ല ഭംഗിയായി തന്നെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ളവരോട് എല്ലാവരോടും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിച്ച് സേതു ഓടിയെത്തുക. ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ കാര്യങ്ങളും ഓടി നടന്നെല്ലാം ശ്രദ്ധിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സേതു ഇങ്ങനെ കൂടെയുള്ളവരോടൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് ഒന്ന് നശിപ്പിച്ച് കളയല്ലേടാന്നൊക്കെ പറഞ്ഞ് കൂടെയുള്ളവരോടൊക്കെ സേതു പറയുമ്പോൾ സേതുവായിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാമെന്ന് പറയും. ചെല്ല, നീ അവിടെ ചെല്ല, നീ ഇവിടെ ചെല്ല, അത് നോക്കി ചെയ്യുന്നൊക്കെ പറഞ്ഞ് കൂടെയുള്ളവരെ എല്ലാം പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നു സേതു. ഈ സമയത്ത് ഇന്ദ്രൻ അവിടെ മണ്ഡപത്തിലേക്ക് കയറി വരുന്നു. അപ്പോൾ പാട്ടും കാര്യങ്ങളും ഇതെല്ലാമായിട്ട് ഇങ്ങനെ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലവിയെ വിളിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ പല്ലവിയെ വിളിക്കാനായിട്ട് അമ്മ പോണു. പിന്നെ പല്ലവിയെ കൊണ്ടുവരുന്നു. അങ്ങനെ ആ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സേതു ചോദിച്ചു, എങ്ങനെയുണ്ട്, സെറ്റപ്പൊക്കെ അടിപൊളിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം നല്ല ഇതാണെന്ന് തന്നെയുള്ള ഇതാണ് നമ്മുടെ പല്ലവിക്ക്. അതിനുശേഷം പല്ലവിയുടെ കഴുത്തിൽ ഇന്ദ്രൻ താലി കെട്ടുന്നു, മാലയിടുന്നു, അതുപോലെ പുടവ കൊടുക്കുന്നു. ആ പുടവ കൊടുത്ത് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ദ്രൻ പല്ലവിക്ക് ഒരു ഉമ്മയും കൂടെ കൊടുത്തു. ഈ സമയത്ത് സേതു ഒക്കെ ഇതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചിരിക്കുക. ന്യൂ ജനറേഷൻ ചെറുക്കനാണല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ താലികെട്ടും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ പല്ലവിയെ വിളിച്ചുകൊണ്ട് പോയി അമ്മായിമ്മയും പല്ലവിയും എല്ലാവരും കൂടെ ചേർന്ന് ഡാൻസ് കളിക്കുന്നു. ഇത്രയും നല്ലൊരു കല്യാണം ഉടനെ ഒന്നും ആരും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് വമ്പൻ സെറ്റപ്പോടു കൂടി ഇവരത് നടത്തിയത്. ഈ ആഘോഷങ്ങൾക്കിടയിലും ഇതിൻ്റെ ഒപ്പം ആഹ്ലാദിക്കുന്നതിൻ്റെ ഇടയിലും അങ്ങനെ നമ്മൾ ഏറ്റെടുത്ത് നടത്തിയ കല്യാണം കളറായെന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ അവിടെ നിൽക്കുക. എന്തായാലും കല്യാണവും ചടങ്ങുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പല്ലവി വീട്ടിലേക്ക് പോകുന്നു. ഈ സമയത്ത് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നു, അമ്മയ്ക്ക് സങ്കടം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മുടെ പല്ലവി അങ്ങ് പോവുക. അപ്പോൾ മോള് കരയല്ലേ, മോള് കരഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും സങ്കടമാവില്ലേ, മോള് കരയാതിരിക്കാൻ പറഞ്ഞ് ഇന്ദ്രൻ്റെ അമ്മ ഇങ്ങനെ പറയുമ്പം ഞങ്ങളെ പിരിഞ്ഞ് മോൾ എവിടെയും പോയിട്ടില്ല എന്ന് പല്ലവിയുടെ അമ്മ പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് ഇത്ര സങ്കടം എന്ന് പറഞ്ഞേ. അത് കേട്ടപ്പോൾ ചുറ്റിനും നോക്കുക, സ്മൃതിയും പ്രാറും എവിടെയെന്നും ചോദിച്ച് അങ്ങനെ അവരെ അന്വേഷിക്കുവാണ്. അപ്പോൾ പല്ലവി നോക്കുമ്പോൾ അനിയത്തിമാർ അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ. ആ സമയത്ത് അനിയത്തിമാരെ സമാധാനിപ്പിച്ചുകൊണ്ട് അവിടെ നമ്മുടെ പല്ലവി നിൽക്കുന്നു. ഇന്ദ്രനാണെങ്കിൽ ഇങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു മാനസിക അറ്റാച്ച്മെൻ്റ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഇതായിട്ട് അത് കഴിഞ്ഞ് പിന്നെ അവരിറങ്ങുന്നു, യാത്ര പറഞ്ഞു. അതിനുശേഷം പല്ലവി നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പല്ലവിയെ വിളിക്കാനായിട്ട് ഇന്ദ്രൻ വന്നു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ മോള് പോകുന്നത് നോക്കി അച്ഛനും അമ്മയും എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്നു. പിന്നെ ആരതി ഒഴിയുന്നു, വലതുകാല് വെച്ച് വീട്ടിലേക്ക് കയറ്റുന്നു. അങ്ങനെ ചടങ്ങുകളെല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ ഇങ്ങനെ നടത്തി. അപ്പോൾ പുതിയ വീടും കാര്യങ്ങളൊക്കെ കണ്ട് പല്ലവി ഇങ്ങനെ ആകെ പതറി നിൽക്കുമ്പോൾ പല്ലവി ചേച്ചി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണല്ലോ എന്ന് അനിയൻകുട്ടൻ പറഞ്ഞു. ആണോ, ഒരു ടെൻഷനും വേണ്ട കേട്ടോ, ഇന്നു മുതൽ ഇതാണ് മോളുടെ വീട് എന്നും പറഞ്ഞ് അമ്മ, പിന്നെ പല്ലവിക്ക് എന്നെ അമ്മയായിട്ടോ അല്ലെങ്കിൽ അമ്മായിമ്മയായിട്ടോ എങ്ങനെ വേണമെങ്കിലും കാണാം, പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ടേ പല്ലവിയെ കാണൂ കേട്ടോ, അത്രയ്ക്ക് ഇഷ്ടമായി അമ്മയ്ക്കെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ പറഞ്ഞു, ഇന്ദ്ര മോളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞ് അമ്മ പറയണു. അതനുസരിച്ച് അവർ ബെഡ്റൂമിലേക്ക് പോണു. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരോടുമായിട്ട് സംസാരിച്ച് നമ്മുടെ അമ്മയും അനിയനും എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. സമയം റൂമിലെത്തി ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് പല്ലവി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതാണ് നമ്മുടെ റൂം, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പം എന്ന് പറഞ്ഞ് പല്ലവി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എടോ താൻ പോയെന്ന് ഫ്രഷ് ആകുക, ടവലും ബാക്കി സാധനങ്ങളൊക്കെ ബാത്റൂമിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പല്ലവിയെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ പല്ലവി ഇങ്ങനെ ഒരു ചമ്മലോട് കൂടി നിൽക്കുക. ഓ എന്നാൽ ഞാൻ പുറത്ത് പൊക്കോളാവെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ അങ്ങ് പുറത്തേക്ക് പോണു. ഈ സമയത്ത് വാതിൽ കുറ്റിയിട്ടേക്കണേ കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് ഇന്ദ്രൻ അങ്ങ് പോണേ. അങ്ങനെ ഇന്ദ്രൻ പോയി കഴിഞ്ഞപ്പോൾ പല്ലവി അവിടെ ഡ്രസ്സ് മാറലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാം ചെയ്യുന്നു. ഈ സമയത്ത് നമ്മുടെ പല്ലവിയുടെ വീട്ടിൽ അച്ഛൻ വന്ന് സേതുവിനും കാശും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഈ സമയത്ത് സേതു പറഞ്ഞ കാശിൽ കുറച്ച് കുറവുണ്ട്, ഞങ്ങൾ അടുത്ത ആഴ്ച തരാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സേതു ഇങ്ങനെ ഒന്ന് ഇതാക്കി ചിരിച്ചു. കല്യാണം കഴിഞ്ഞെങ്കിലും കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്, കയ്യിൽ കാശ് വേണ്ടേന്ന് ചോദിച്ചപ്പോൾ മാഷ് തൽക്കാലം ഈ കാശ് കയ്യിൽ വെച്ചോ, കാര്യങ്ങൾ നടന്നിട്ട് മതിയെന്ന് പറഞ്ഞപ്പോഴേക്കും സാരമില്ല ഇരിക്കട്ടെ മാഷേ എന്നും പറഞ്ഞു കൊടുത്തു. കുറേശ്ശെ ഞാൻ വാങ്ങിച്ചോളാം എന്നും പറഞ്ഞ് ഇനി മാഷ് പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. ഈ സമയത്ത് എനിക്കിന്ന് ഓർക്കം വരില്ല സേതു എന്ന് പറയാട്ടോ അച്ഛൻ മകളെക്കുറിച്ച് ആലോചിച്ച്. എൻ്റെ പല്ലവി മോള് ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ എനിക്കെന്തോ നഷ്ടപ്പെട്ടു പോയതുപോലെ തോന്നണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു.
അപ്പോൾ വീട് ഉറങ്ങിയതുപോലെയൊക്കെ തോന്നുകയാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരിത്. അപ്പം എന്തു പറയണമെന്ന് എനിക്കറിയില്ല, ഒരു ശൂന്യതയാണ് മനസ്സിന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ആകെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കിട്ടി, അത് മാത്രമേ ഉള്ളൂ എന്ന് അച്ഛൻ പറയുന്നതൊക്കെ കേട്ട് സേതുവിന് ഭയങ്കര വിഷമം. അതിനേക്കാളും വലിയ തീക്കനലുമായിട്ട് നമ്മുടെ സേതു അവിടെ നിൽക്കുന്നത്. ആ സമയം പെട്ടെന്നൊരു ഇടിയും വെട്ടും മഴയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് മാഷ് കയറി പോയി ഞങ്ങൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോകാനായിട്ട് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സേതുവിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. അപ്പോൾ സേതുവിൻ്റെ കൂടെയുള്ള കൊച്ചിന് മനസ്സിലായി സേതുവിന് നല്ല വിഷമം ഉണ്ടെന്നുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് അങ്ങ് പോകുക. ഈ സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് നമ്മുടെ പല്ലവി നെറ്റിയിൽ സിന്ദൂരമൊക്കെ അണിയുന്നു. ഈ സമയത്താണ് അമ്മ പിള്ളേരുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയത്ത് പല്ലവി ഫോൺ എടുക്കുന്നു. അതിനുശേഷം അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ കയറി വരുന്നത്. ഇന്ദ്രൻ കയറി വന്നപ്പോൾ ഫോട്ടോ നോക്കി നിൽക്കുന്ന പല്ലവിയെ കണ്ടു. പല്ലവി എന്താ നോക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും പാറുവിൻ്റെയും ഒക്കെ ഫോട്ടോ നോക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചേ. ആ എന്ന് പറഞ്ഞു. അപ്പം താൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലടോ, പിന്നെ നമുക്ക് നാളെ തന്നെ പോയി അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്നേ, അപ്പോൾ താനും ഹാപ്പി ആകുമല്ലോ എന്ന് ഇന്ദ്രൻ പറയാം. അത് കേട്ട് പല്ലവി ഇങ്ങനെ നോക്കുക. എടോ താൻ നോക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, എനിക്ക് എൻ്റെ ഭാര്യ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതാ ഇഷ്ടമെന്നും പറഞ്ഞു ഇന്ദ്രൻ. അതിന് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുമെന്നും ഇന്ദ്രൻ ഇങ്ങനെ പറയണം. പിന്നെ ഒന്ന് ചിരിക്കടോ എന്നിങ്ങനെ പറയുമ്പോൾ പല്ലവി ചിരിക്കുന്നു. താൻ ഇവിടെ ഇരിക്കടോ എന്ന് പറഞ്ഞപ്പോൾ പല്ലവി അവിടെ ഇരിക്കുന്നു. അപ്പോൾ പല്ലവിക്കാണെങ്കിൽ പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഇതുപോലെ, അതെ തൻ്റെ ചിരി കാണാനേ നല്ല ഭംഗിയായിട്ടോ എന്ന് പറഞ്ഞപ്പം വെറുതെ എന്നെ കളിയാക്കാൻ പറയാണെന്ന് എനിക്ക് അറിയാമെന്ന് പല്ലവി പറഞ്ഞപ്പോൾ അയ്യോ അല്ല സത്യം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നിങ്ങനെ വെക്കുക. അപ്പം ഞാൻ ഒന്ന് മടി കിടന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അല്ല അത് പിന്നെ എന്ന് ചോദിച്ച് നമ്മുടെ പല്ലവി ഇങ്ങനെ പറയുമ്പോൾ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട കേട്ടോ എന്ന് ഇന്ദ്രൻ. അല്ല അതല്ല എന്ന് പറഞ്ഞു. അല്ല അതല്ല ഏതല്ല എന്ന് ഞാൻ കിടന്നോട്ടെ എന്ന് ഇന്ദ്രൻ ചോദിച്ചപ്പോൾ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ പല്ലവിയുടെ മടിയിലേക്ക് കിടന്നു. അപ്പോൾ താനെൻ്റെ തലയിൽ കൈ വെച്ചോടോ എന്ന് പറഞ്ഞു. അപ്പോൾ പല്ലവിക്കൊരു മടി. അപ്പോൾ താനെന്തിനാടോ പേടിക്കുന്നേ, വെച്ചോടോ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ കൈ തലയിൽ വെപ്പിക്കുന്നു. ആ സമയം എടോ താൻ നല്ല സുന്ദരി കുട്ടിയാട്ടോ എന്നൊക്കെ പറഞ്ഞു പല്ലവിയോട് ഇങ്ങനെ പറയാം. അതല്ലേ പെണ്ണ് കാണാൻ വന്ന അന്ന് തന്നെ കല്യാണത്തിൻ്റെ തീയതിയും കുറിച്ചത് എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ നേരം പറഞ്ഞു കേട്ടോ. താൻ പറ തനിക്ക് എന്നെ ഇഷ്ടമായോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഇഷ്ടമായെന്ന് പറഞ്ഞു. അതുപോരാ എൻ്റെ കണ്ണിൽ നോക്കി പറ എന്നെ ഇഷ്ടമായെന്ന് പറയാൻ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ പല്ലവിക്ക് ആകെ ഒരു ചമ്മലും ഒരു നാണവും ഒക്കെ. അപ്പോൾ കണ്ണിൽ നോക്കി എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് നമ്മുടെ ഇന്ദ്രനൊന്ന് സമാധാനമായത്. അതെ കുറച്ച് മുമ്പ് അമ്മ എന്നോട് പറയുക പല്ലവി ഇവിടേക്ക് വന്നപ്പോഴാണ് ഈ വീട് ശരിക്കും ഒരു വീടായത് എന്ന്. അതൊക്കെ കേട്ട് പല്ലവിക്ക് ഒത്തിരി സന്തോഷമായി. അത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ, മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതാണേ, അതിന് മാറ്റമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഫോൺ റിങ് ചെയ്യുന്നു. അപ്പോൾ ഫോൺ ഇങ്ങെടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുപ്പിച്ചു. അപ്പോൾ ഫോൺ എടുത്തിട്ട് എന്താടാന്ന് ചോദിച്ചു സംസാരിക്കാം. അപ്പോൾ ഇല്ലില്ല കിടന്നില്ല. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് പറയാം. അപ്പോൾ ഞാനിപ്പോൾ വരാട്ടോ പല്ലവി, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് താഴെയുണ്ട്, ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വരുമ്പോഴേക്കും ഉറങ്ങിക്കളഞ്ഞേക്കരുത്, ഞാൻ വേഗം വരുമെന്നും പറഞ്ഞ് നമ്മുടെ ഇന്ദ്രൻ താഴേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. ഇന്ദ്രൻ താഴേക്ക് ഇറങ്ങിപ്പോയപ്പോൾ പല്ലവി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക, എല്ലാം ഒന്ന് നല്ലതാണല്ലോ എന്നുള്ളൊരിതിൽ. ആ സമയത്ത് കൂട്ടുകാരെല്ലാവരും കൂടെ താഴെ കൂടിയിരുന്ന് ഇച്ചിരി വെള്ളവടിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അനിയനും കൂടെയുണ്ട്. കൂട്ടുകാരും ഒന്ന് മണിയറെ തന്നെ ഒളിച്ചിരിക്കുകയാണോടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. പിന്നെ രണ്ടെണ്ണം അടിക്കാനൊക്കെ ഇന്ദ്രനോട് പറഞ്ഞപ്പോൾ വേണ്ട ഇന്നത്തെ ദിവസം അവൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഇന്ദ്രൻ ഇന്ന് കുടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് ഇന്ദ്രനെ നിർബന്ധിച്ച് കൂട്ടുകാർ കുടിപ്പിക്കുന്നു. ഇതെല്ലാം പല്ലവി മോളിൽ നിന്ന് നേരെ യാദൃശികമായിട്ട് കാണുക. അളിയാ നീ ഇത് കുടിച്ചില്ലെങ്കിൽ സത്യമായിട്ട് ഞങ്ങൾ ഇന്ന് മുഴുവനും നിന്നെ പറഞ്ഞ് അല്ലെങ്കിൽ നിന്നെ രാത്രി ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഏട്ടാ ഇന്ന് കുടിക്കേണ്ട, ഏട്ടൻ റൂമിലോട്ട് ചെല്ലാൻ നോക്കും, ചെല്ലെന്ന് പറഞ്ഞാൽ അനിയൻ ഏട്ടനെ പറഞ്ഞു വിടാൻ നോക്കുന്നു. പക്ഷേ കൂട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പല്ലവി അങ്ങനെ നിൽക്കുക. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ ഇന്ദ്രൻ ഒരു ചെറിയ ഗ്ലാസ് കഴിച്ചു. ഇത് കണ്ടുകൊണ്ട് നിന്നപ്പം ഈ ശീലം ഞാൻ മാറ്റിയെടുത്തോളാവെന്ന് പറഞ്ഞ് നമ്മുടെ പല്ലവി എന്നിട്ട് റൂമിലേക്ക് കയറി പോവുകയും ചെയ്തു. അപ്പോൾ ശരി അളിയാ ഓക്കെ ബായ് എന്ന് പറഞ്ഞ് കൂട്ടുകാരെല്ലാവരും പോയി. ഈ സമയത്ത് നമ്മുടെ പല്ലവി ഇങ്ങനെ റൂമിലിരിക്കുന്നു. ഇന്ദ്ര റൂമിലേക്ക് കയറി ചെന്നു. ഇന്ദ്ര റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചമ്മല് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു പെഗ് ഞാൻ കഴിച്ചു എന്ന് ഇന്ദ്രൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ പല്ലവി. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം ഈ കള്ളുകൂടി, ഇന്ദ്രേട്ടൻ ഇനി കുടിക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ എൻ്റെ ഭാര്യ എന്നോട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലേ ഇന്നത്തോടെ നിർത്തിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സന്തോഷമായി പല്ലവിക്ക്. ഇനി ഫ്രണ്ട്സ് അല്ല ആര് നിർബന്ധിച്ചാലും ഇന്ദ്രപ്രസ്ഥത്തിലെ ഇന്ദ്രജിത്ത് ഒരു തുള്ളി പോലും കുടിക്കില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ദേ നമ്മുടെ പല്ലവിക്ക് കൈ അടിച്ച് സത്യം ചെയ്തു കൊടുക്കുന്നു. ആദ്യരാത്രിയിൽ നമ്മുടെ ഇന്ദ്രന്റെ പെർഫോമൻസ് ഒക്കെ കണ്ട് നമ്മുടെ പല്ലവി അന്താളിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. ഇന്ദ്രൻ എന്നിട്ട് പല്ലവിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും എന്തേ നമ്മുടെ പല്ലവിക്ക് ആകെ ഒരു ചമ്മലും നാണവും ഒക്കെ. അപ്പോൾ എന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ട എൻ്റെ പെണ്ണിന് ഇതേ മുഖം തന്നെ ആയിരുന്നു എന്ന് ഇന്ദ്രൻ പല്ലവിയോട് പറയുന്നു. പല്ലവി ഇതൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കുക. അതല്ലേ ബ്രോക്കർ എൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് ഈ കുട്ടി തന്നെ മതിയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞത്. ആ ബ്രോക്കർക്ക് ഇപ്പോൾ വല്ല കാര്യം ഉണ്ടായിരുന്നു എൻ്റെ ഫോട്ടോ കാണിക്കാൻ എന്ന് പല്ലവി ചോദിച്ചപ്പം അതെ, കുറെ കൂടി നേരത്തെ പല്ലവിയുടെ ഫോട്ടോ ഞാൻ കാണേണ്ടതായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ അന്നേരം പറഞ്ഞു. പിന്നെ രണ്ടുപേരും ചിരിയും തമാശയും ഒക്കെ ആയിട്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ പല്ലവി ഉറങ്ങാൻ എന്നും പറഞ്ഞ് കിടക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയാണോ ഉറങ്ങാൻ പോകുന്നതെന്ന് ചോദിച്ചു ഇന്ദ്രൻ. പട്ടുസാരി എടുത്ത് ഫസ്റ്റ് നൈറ്റിലേക്ക് കിടക്കാനേ ഇത് സിനിമയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. എടോ താൻ വേറൊരു ഡ്രസ്സ് ഇടാൻ പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി ഇങ്ങനെ നോക്കാം. തനിക്ക് വേണ്ടി കുറേ ഡ്രസ്സുകൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എടുത്തു തരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു. സാരി മാറ്റിയിട്ട് ഇത് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞ് കവറും കൂടെ അങ്ങ് കൊടുത്തു വിട്ടു. നമ്മുടെ പല്ലവി അതിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡ്രസ്സ് കണ്ട് പല്ലവി തന്നെ ഞെട്ടിപ്പോയി. അപ്പോൾ ഇത് നോക്കിയിട്ട് അതെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുവാണേ. ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നപ്പം ഞാൻ ഇതുപോലുള്ള ഡ്രസ്സൊന്നും ഇടില്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് പല്ലവി പറഞ്ഞു. അത് കേട്ടപ്പം എന്നാൽ ഇനി അങ്ങോട്ട് ഇഷ്ടപ്പെടണം, തനിക്ക് എന്നെ ഇഷ്ടമായില്ലേ, അതുപോലെ ഞാൻ പോയി വേറെ ഡ്രസ്സ് ഇടാമെന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ പല്ലവി പോകാൻ തുടങ്ങുന്ന സമയത്ത് ഇന്ദ്രന് ദേഷ്യം വന്നു. ഇന്ദ്രൻ വേഗം ഒരു നോട്ടം ഇങ്ങനെ നോക്കി. എന്നിട്ട് പല്ലവി ഇങ്ങനെ ആ ഡ്രസ്സുകളെല്ലാം എടുത്തു നോക്കിയപ്പോൾ എല്ലാം ആ ടൈപ്പ് ഡ്രസ്സുകളാണ് ഇരിക്കുന്നത് മുഴുവൻ. പല്ലവിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടോ. ഈ ഒരു രീതിയിലുള്ള ഡ്രസ്സുകൾ മാത്രമല്ലേ ഉള്ളൂ, ഇതെല്ലാം ഒരേ ടൈപ്പ് ഡ്രസ്സാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പല്ലവി. തൽക്കാലം ഈ സാരി തന്നെ ഉടുക്കാം, നാളെ പോയി വേറെ ഡ്രസ്സ് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞപ്പം അല്ല ഇനി നീ ഈ വീട്ടിൽ നിൽക്കാൻ പോകുന്നത് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ സോറി ഇന്ദ്രേട്ടാ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സീത്രൂ പോലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്ന കാണുന്നവരൊക്കെ എന്നെ നോക്കി ചിരിക്കുമെന്ന് പറഞ്ഞപ്പം ആര് കരഞ്ഞാലും ചിരിച്ചാലും എൻ്റെ ഭാര്യയുടെ വേഷം ഇനി മുതൽ ഇതായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ എന്തിനാ വാശി കാണിക്കുന്നത്, എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ എന്നിങ്ങനെ നമ്മുടെ പല്ലവി ചോദിച്ചപ്പോഴത്തേക്കും ഇന്ദ്രൻ നേരെ ചെന്നിട്ട് ഈ താലി എടുത്ത് കൈപ്പിടിച്ചു. അതൊക്കെ ഈ താലി നിന്റെ കഴുത്തിൽ വീഴുന്നതിന് മുൻപ് വരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പല്ലവിയോട് പറയുന്നു. അത് കേട്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ ഞെട്ടി നിൽക്കുക. കാരണം ഇന്ദ്രൻ ഇത്രയും നേരം സംസാരിച്ചതുപോലെയല്ല ഇപ്പം സംസാരിക്കുന്നത്. അത് കണ്ട് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ പല്ലവിയെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണില്ലേ, എല്ലാവർക്കും